നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാമുകനും കാമുകിക്ക് പച്ച വെള്ളത്തിൽ പോലും വിശ്വസിച്ചാൽ പോലും ഒരു പുരുഷന്മാരെ വിശ്വാസമല്ല. കല്യാണം കഴിക്കാൻ പോണായാലും ഇനിയിപ്പോൾ കാമുകനായാലും ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പുരുഷന്മാരെല്ലാവരും വേലി ചാടുന്നവരാണ്. എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടി കഴിഞ്ഞാൽ അവർ കയറി പരിപാടി ചെയ്യും. നമ്മളെ മുഖമൊന്നും ഓർമ്മയുണ്ടാവില്ല, നമ്മളെ വിശ്വാസം, നമ്മളെ സ്നേഹം അവർക്ക് തിരിച്ചറിയില്ല. അങ്ങനെ ഇനി പുരുഷന്മാർ എന്നാണ് ഇവളുടെ വിചാരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തായാലും ഒരാളെ കല്യാണം കഴിക്കണമല്ലോ, ഒരാളെ സ്നേഹിക്കണമല്ലോ. അങ്ങനെ ഒരാളെ സ്നേഹിച്ചു. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോംവർക്ക് എന്ന് വീട്ടിൽ ഇരുന്നിട്ടാണ്, കമ്പ്യൂട്ടറിൻ്റെ വർക്കാണ്. അപ്പോൾ അവന് ഇവളായിട്ട് ഒരു ഫ്ലാറ്റിലാണ് അവൻ താമസിക്കുന്നത്. അങ്ങനെ ഇവളും അതുപോലെ തന്നെ IT ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര പ്രേമമായി സ്നേഹമായി. പക്ഷേ എന്ത് ചെയ്യുന്നാലും ഇവൾക്ക് ഇവനങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇവളൊന്ന് വിശ്വസിപ്പിച്ച് ഇയാൾ വേലി ചാടുന്നവനല്ല, എന്നേക്കാൾ നല്ലൊരു സുന്ദരീനെ കണ്ടു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇട്ടടിച്ചു പോവില്ല, എന്നും നമ്മളെ അടുത്ത് തന്നെ പരിപാടി ചെയ്ത് കിടക്കും, സ്നേഹം യഥാർത്ഥമാണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ടെസ്റ്റിങ് തുടങ്ങണം. ഇപ്പം പലപ്പോഴും പറയും, കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയും, ഇവനാച്ചെങ്കിൽ ലോക കോഴിയാണ്. അതല്ലേ രസം. അവളെ കണ്ണ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇവൻ വേറെ പെണ്ണുങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ പരിപാടി ചെയ്യും. അങ്ങനത്തെ ഏറ്റവും വലിയ കോഴി ഇവൻ. പക്ഷെ ആ കോഴീനെ ഇവിടെ സ്നേഹിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ നടക്കുന്നത്. ഇവൻ വലിയ പരമയോഗ്യനാണെന്നുള്ള വിചാരം. എന്നിരുന്നാലും ഒരു ടെസ്റ്റിങ് നടത്തണം എന്നുള്ള നിലയിലാണ്. ഒരു ദിവസം അതുപോലെ തന്നെ ഇവൻ്റെ ഫ്ലാറ്റിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരണം. പെണ്ണിനോട് വന്നപ്പോൾ ഇവനാകെ അതിശയിച്ചു. എന്തിനാ ഇവളിങ് ഒരു വേറെ പെണ്ണായിട്ട് വന്ന കൂട്ടുകാരിയാണോ? കൂട്ടുകാരി ഒന്നല്ല, നിൻ്റെ ഈ ഫ്ലാറ്റ് കിടക്കണോ? എല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. നീ ഒരു വൃത്തി എന്ന് പറയണ ഈ ഫ്ലാറ്റിലില്ല. എല്ലാം കടലാസ് അവിടെ കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നത്, സിഗരറ്റ്, കുപ്പി, ബ്രാൻഡി, ഈണ്ടി, അടുക്കളയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വൃത്തികേടായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1 മണിക്കൂർ നേരം ഇവിടെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ പോയിക്കോളും, അല്ലെങ്കിൽ എനിക്കിങ്ങോട്ട് നാറിയിട്ട് കയറാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അത് വേണം, ഞാൻ ശരിയാക്കിക്കോളാം അതൊക്കെ, അതിനിപ്പോൾ ഒരാളെ നിർത്തേണ്ട കാര്യമുണ്ടാ. ഇവിടെ 1 മണിക്കൂർ നേരത്തെ പണിയുടെ ശമ്പളം നീ കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അത് ഇപ്പം പറഞ്ഞൊന്നും കേൾക്കണ്ട, നിങ്ങളിതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ പൊക്കോളോ, അടുത്ത സ്ഥലത്തേക്ക് ജോലിക്ക് പോകണമല്ലോ, 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ പൊക്കോളോ. അപ്പോൾ ഇവിടെ കൊണ്ടാക്കുന്നതിന് മുമ്പ് ഈ വേലക്കാരി ഇവളും തമ്മിലുള്ള ഒരു ധാരണയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ അപ്പം തന്നെ പോകും. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നിന്നെ കയറി പിടിക്കുകയോ വലിക്കുകയോ പരിപാടി ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ അത് അതേപോലെ എന്നോട് പറയണം, നിനക്കതിന് ഞാൻ വേറെ പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ടത്. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ വേലക്കാരിനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നത്. ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, ഞാൻ പോണ ജോലിക്കെന്ന് പറഞ്ഞിട്ട് അവൾ പോയി. അപ്പോൾ വേലക്കാരി അങ്ങനെ പണി തുടങ്ങി. അവൾ പോയോട് കൂടിയിട്ട് ഇവൻ്റെ നോട്ടം മുഴുവൻ കോഴിയാണല്ലോ, ഇവൻ ഞരമ്പല്ലേ. അപ്പോൾ ഇവളുടെ ഈ വേലക്കാരിയുടെ അടുത്തേക്കിന് ഇവൻ്റെ നോട്ടം മുഴുവൻ അവളെക്കാളും മുലവലിപ്പുണ്ട്, അവളെക്കാളും കുണ്ടിവലിപ്പുണ്ട്, അവളെക്കാളും വയറ് നല്ലതാണ്. അതുകൊണ്ട് എന്തായാലും ഇവളൊന്ന് പരിപാടി ചെയ്തിട്ടേ വിടാൻ പറ്റുള്ളൂ. ഇന്നിപ്പം ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ ഇവൻ അടുക്കളയിൽ ഇവളെ ഈ വേലക്കാരിയുടെ ഒപ്പം തന്നിട്ട് ഇവനും സഹായിക്കുക. അപ്പോൾ പറഞ്ഞു, സാറ് സഹായിക്കണ്ടേ സാറേ, ഞാൻ ഇതൊക്കെ ശരിയാക്കിക്കോളാം. ഇല്ല, നിൻ്റെ അടുത്തുനിന്ന് ഞാൻ സഹായിക്കും. ആദ്യം തന്നെ നമുക്ക് കാപ്പി ഉണ്ടാക്കുക. അങ്ങനെ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഇവനും കൂടി ഉണ്ടാക്കുക. അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടണം, മുട്ടണം, ഇത് കാണണം, ഇതൊക്കെയാണ് ഇവൻ്റെ പണി. അതിന് വേണ്ടിയിട്ട് അവൻ മുട്ടി നിൽക്കുന്നത്. വേലക്കാരിക്ക് മനസ്സിലായി ഇവന് കോഴിയാന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങോട്ട് എടുക്കുമ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ ഇവൻ്റെ മേളിൽ തട്ടും, അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കുണ്ടിയമ്മ തട്ടും. ഇങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റികൾ കണ്ടോടുകൂടി ഇപ്പം ലോക കോഴിയാന്ന് മനസ്സിലായി. അപ്പോഴോടിയിട്ട് പറഞ്ഞു, എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ എല്ലാ കൺട്രോളും വിട്ടിരിക്കുക. അവളാച്ചെന്നെങ്കിൽ എന്തായാലും ഇതിനെ അവിടെ കൊണ്ടാക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ബന്ധപ്പെടണം, അതിനിപ്പോൾ എനിക്ക് എത്ര പൈസയാണെന്ന് ഞാൻ തരണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, കുഴപ്പമൊന്നുമില്ല, ബന്ധപ്പെടാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അടുക്കളയിൽ തന്നെ വെച്ചിട്ട് സ്ലാബിൻ്റെ മുകളിൽ കയറി വെച്ചിട്ട് അവർ 2 പേരും കൂടിയിട്ട് നല്ല അസല് പരിപാടി ചെയ്തു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അവൾ പുറത്ത് പോയി. ജോലി കഴിഞ്ഞ് അവൾ പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെസ്റ്റിന് കൊണ്ടുവന്ന് നിർത്തിയുള്ള ഇവൻ്റെ കാമുകി ഇവളെടുത്ത് വന്നു പറഞ്ഞു, എന്തായി അവിടുത്തെ പരിപാടി, അവൻ എന്താണ്, അവൻ പാവാണോ, നിന്നെ കയറി പിടിക്കാൻ നിന്നോ, എന്തുണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മേഡം, ആ പാവ സാറിനെ ഇങ്ങനെയൊന്നും സംശയിക്കരുത്, ഇത്രയൊരു പാവം, എന്ത് നല്ല സ്വഭാവ, സ്ത്രീകളോടൊക്കെ എന്ത് മാന്യമായിട്ടേ പെരുമാറണം. ഞാൻ പല ഫ്ലാറ്റിലും ജോലിക്ക് പോണതാണ്, പക്ഷേ ഇത്രയും നല്ലൊരു പെരുമാറ്റം എൻ്റെ ഒരു ഫ്ലാറ്റിൽ പോയിട്ട് ഒരാളായിട്ട് ഉണ്ടായിട്ടില്ല.
നല്ല സ്വഭാവം. എന്നെ ഒന്നും ഒരു പട്ടിതീട്ടം നോക്കുന്ന കണ്ണുകൊണ്ട് പോലും എന്നെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് മേഡം എത്രയും പെട്ടെന്ന് ആ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊത്തി കൊണ്ടുപോകും. അത്ര നല്ല ശീലാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് വലിയ സന്തോഷമായി. എന്നാ ഞാൻ പറഞ്ഞ കാശിനേക്കാളും കൂടുതലുണ്ട്, നീ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ കുറേ കാശും കൊടുത്തു. അവൻ്റെ കയ്യിൽ നിന്നും കാശ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ വേലക്കാരി വിചാരിച്ചു, എൻ്റെ പോന്നെ ഒന്ന് വെടിവെക്കാൻ കൊണ്ടുപോയെന്ന ആൾ കാശ് തരുന്നു, വെടിവെച്ച ആൾ കാശ് തരുന്നു, എന്തായാലും നല്ല കോളായി ഇന്ന്. അപ്പോൾ ഈ കൂട്ടുകാരിനെ വിശ്വസിച്ച് കൊണ്ടു ചെന്നു, ഒരു വേലക്കാരിനെ കൊണ്ടുവന്നു. വേലക്കാരിക്ക് അവിടെ പരിപാടി നിർത്തി കളി നടത്തി കാശ് മേടിച്ചു. അത് കണ്ട് അത് ഇവളോട് നേരെ ഇവളെ കാലും മാറി. അതുകൊണ്ട് മാത്രം ടെസ്റ്റിങ് നിന്നില്ല. അടുത്ത ടെസ്റ്റിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് പറഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കാൻ നല്ലൊരു സിനിമ കളിക്കാം, നമുക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു അവള്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ തിയേറ്ററിലേക്ക് വരാം, നീ തിയേറ്ററിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ തിയേറ്ററിൽ എത്തിയിട്ട് ടിക്കറ്റും കൊണ്ട് ഇവള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അവിടുന്ന് ഫോൺ വന്നു, എന്താ എനിക്കിന്ന് സിനിമയ്ക്ക് വരാൻ പറ്റില്ല, ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടിക്കറ്റ് ഞാൻ ഇത് വാട്സപ്പിൽ അയക്കുന്നുണ്ട്, ഒരു ടിക്കറ്റ് ഞാൻ വേറെ ആർക്ക് വിറ്റു, അപ്പോൾ അതുകൊണ്ട് നീ സിനിമ കാണും എന്ന് പറഞ്ഞു. അയ്യോ, നീ ഇല്ലാണ്ട് ഞാൻ സിനിമ കാണില്ല. അത് കുഴപ്പമില്ല, ഒരു ടിക്കറ്റ് ഞാൻ വേറെ ആൾക്ക് കൊടുത്തു, നീ സിനിമ കാണും എന്ന് പറഞ്ഞു. ശരി എന്നാൽ ഞാൻ സിനിമ കാണാം, നമുക്ക് ഈ സിനിമ വേറൊരു ദിവസം, നിനക്ക് ഒഴിവുള്ള ദിവസം നമുക്ക് 2 ആൾക്കും കൂടി ഒന്ന് കാണാം, ഞാനിപ്പോൾ അത് കണ്ടിട്ട് നല്ലതാണോ പൊട്ടയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം കയറി. അപ്പോൾ ഇവളെന്ത് ചെയ്ത് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് കൊടുത്ത് നോക്കുന്നത് ഇതുപോലെ തന്നെ ഇവളുടെ ഒരു കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരോട് പറഞ്ഞത്, നീ എന്തായാലും 2 പേര് അടുത്തടുത്ത സീറ്റാണ്, നീ ചെന്നിരിക്കണം, നീ ചെന്നിരുന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യണം, അവൻ്റെ എന്താ സ്വഭാവം എന്നുള്ള അറിയാനായിട്ട്. ഇതുപോലെ സിനിമയ്ക്കൊക്കെ പോയിട്ട് ഇതുപോലെ പെണ്ണുങ്ങളെ പിടിക്കലാണോ ഉദ്ദേശം എന്നൊക്കെ ഒന്ന് അറിയണം, അവൻ്റെ സ്വഭാവം ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും ഞാൻ വന്ന് പറയാം. അവളാണ് ഇവൻ്റെ അടുത്ത സീറ്റ് വന്നിരിക്കുന്ന ഒരു ആറ്റം ചരക്ക്. ഇവളുടെ കൂട്ടുകാരിന് ഇവിടെ വിട്ടാന്ന് പിന്നെ അറിയില്ലല്ലോ. ഇപ്പം നോക്കിയപ്പോൾ ആഹാ കൊള്ളാലോ, അവിടെ നിന്ന് വരാഞ്ഞത് നന്നായി, അടുത്തപ്പോൾ ഈ സീറ്റ് വേറൊരു നല്ലൊരു പെൺകുട്ടിയല്ലേ വന്നിരിക്കുന്നത്, സുഖമായി പറഞ്ഞാൽ തിയേറ്ററിന് വെച്ചാൽ ഹൗസ്ഫുള്ളുമാണ്. അങ്ങനെ എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഈ കൈ വയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെ 2 പേരും കൈ വയ്ക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കൈ വെച്ചു. അപ്പോൾ ഇപ്പം നേരെ കൈ അതിൻ്റെ മുകളിൽ വെച്ചു. അങ്ങനെ അപ്പോൾ അവൾ കൈ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുത്തും ചവിട്ടൊന്നും ഇല്ല എന്ന് തോന്നിയോട് കൂടിയിട്ട് ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ കൈപ്രയോഗങ്ങൾ പതുക്കെ തുടങ്ങി. ഈ കൈ സീറ്റിൻ്റെ ഇടയിൽ കൂടിയിട്ട് വയറുമ്മ പിടിച്ചു, അങ്ങനെ സീറ്റിൻ്റെ ഇടയിൽ കൂടെ മുലയമ്മ പിടിച്ചു. അപ്പോഴൊന്നും ഉള്ള ഒരു അനിയില്ല, ഒന്ന് അനങ്ങിയിരുന്നുള്ളൂ, വളരെ ഹാപ്പി പോലെ. അപ്പോഴേക്ക് ഇൻ്റർവെല്ലായപ്പോൾ പറഞ്ഞു, ഒരു കോഫി കഴിക്കുക. അവൾ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. 2 പേരും പോയി കോഫി കഴിച്ചു, കുറേ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കൊണ്ടു കുറേ. അപ്പോഴേക്കും ഒരു സെറ്റായി. അങ്ങനെ ഇവളോട് ചോദിച്ചു, നമ്പർ ഇതാ, ഇടയ്ക്ക് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ അവൾ നമ്പറും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരിട്ട് വന്ന് 2 പേരും സീറ്റിലിരുന്നു. പിന്നെ അവൻ്റെ കൈയൊക്കെ ചെന്നത് വയറ്റിലും ബ്രസ്റ്റിലൊന്നല്ല, യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് പിന്നെ അവിടെ നിന്നിട്ട് കൈകളും കാര്യങ്ങളൊക്കെ പെരുമാറിയത്. അല്ല, അസലായിട്ട് മൂപ്പര് 2 പേരും കൂടി സിനിമ കണ്ടില്ല, ആസ്വദിച്ച് അവിടെ ഇരുന്നു. അത് അവിടെ കൊണ്ട് അത് അവസാനിച്ചില്ല. അങ്ങനെ അവൾ ഞാൻ വിളിക്കാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക്, അപ്പം നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അങ്ങനെ അവർ 2 പേരും പിരിഞ്ഞു. എന്നിട്ട് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിനെ വിളിച്ചു, നീ അവളുടെ അടുത്ത് ചെന്നിരുന്നാ, ഓ എൻ്റെ അയാൾ എത്ര നല്ല മനുഷ്യനെന്നറിയാം. ആ സൈഡിൽ നമ്മളൊരു കൈ വയ്ക്കുന്ന കൈ ഉണ്ടല്ലോ, ഞാൻ ഇരിക്കുന്ന കാരണം ആ സിനിമ കഴിയുന്ന വരെ അയാൾ ആ കൈ അവിടെ വെച്ചില്ല എന്നുള്ളതാണ്. കൈ അയാൾ മാറ്റിയിട്ടേ പിടിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൈ വെച്ചു, എന്നിട്ട് പോലും കൈ അവിടെ തൊട്ടില്ല. ഞാൻ എന്നിട്ട് അറിയാത്ത പോലെ അയാളുടെ കാലിൻ്റെ തുടയമ വന്ന് എൻ്റെ കൈയൊന്ന് മുട്ടിച്ചു ഞാൻ. അപ്പോൾ അയാൾ ആ തുടയം കൊണ്ട് ഒതുക്കിയിട്ട്, എൻ്റെ പോന്നെ അയാൾ ആ പകുതി സീറ്റ് എൻ്റെ ഭാഗത്ത് കാലിയായിരുന്നു. ഇത്രയും നല്ലൊരു മനുഷ്യൻ നീ ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ പരീക്ഷിക്കല്ലേട്ടാ, നീ എത്രയും പെട്ടെന്ന് അതിനെ കല്യാണം കഴിച്ചോ, വിട്ട് കളയണ്ടാട്ടാ, നല്ല സ്വഭാവമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വിശ്വാസമായി. 2 പേരും ഒരേ സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. പെണ്ണുങ്ങളുടെ സൂത്രം നോക്കണേ, പെണ്ണുങ്ങളെ അവർ കള്ളികളാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഒരാണുങ്ങളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പ്ലേറ്റ് അപ്പം മാറ്റും. അത് കഴിഞ്ഞ് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റിലേക്ക് ഇവളെ വിളിച്ചു. ഇവർ ഫ്ലാറ്റിൽ ചെന്നു, പരിപാടി നടന്നു. അത് കഴിഞ്ഞ് ഇവൾക്ക് കാശും കൊടുത്തു, ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇവൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തായാലും കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവനെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ അച്ഛല്ല, അച്ഛതുപോലെ തന്നെ പ്രവാസിന് ചെന്നപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ എനിക്ക് പെണ്ണാലോചിച്ച് ചെക്കനാലോചിച്ച് കഷ്ടപ്പെടണ്ട, എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നല്ല സുന്ദരനല്ലേ പൻ, ഭയങ്കര ഇഷ്ടമായി.
അപ്പോൾ മോളൊക്കെ ഇഷ്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടത്താം, അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാം, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ സർട്ടിഫിക്കറ്റും കിട്ടി. അത് കഴിഞ്ഞ ഒരു വർഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിപ്പോൾ ജോലി സ്ഥലത്താണ്, ഇവളറിയാണ്ട് ഇവൻ ചെന്ന് അമ്മയുടെ അടുത്ത് ചെല്ലും. അമ്മയുടെ അടുത്ത് വന്നിട്ട് ചായ കുടിക്കും, ചോറുണ്ടും. അപ്പോൾ അമ്മയ്ക്ക് അതിനേക്കാളും സന്തോഷം, എല്ലാം വിളമ്പി കൊടുത്തു. അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ അവളുടെ അമ്മേനെയും പരിപാടി ചെയ്തു. അമ്മയ്ക്ക് സന്തോഷം. അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഉറപ്പിച്ചോ കല്യാണത്തിന് ഒരു തടസ്സമില്ല എന്ന് പറഞ്ഞത് തന്നെ ഇവൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ്. കല്യാണം കഴിച്ചിട്ട് നമുക്ക് ഇവനെ പരിപാടി ചെയ്യാമെന്നാണ് അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് കണ്ടപ്പോൾ. ലാസ്റ്റ് ഇവൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെന്നപ്പോൾ ആ മനസ്സൊക്കെ മാറി, പിന്നെ പരിപാടിയായി. അപ്പോൾ അമ്മേനെയും പരിപാടി ചെയ്തു. അങ്ങനെ ഇവരെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുന്നവരെ ഈ പരിപാടി ഒന്നും ആരും അറിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരും തമ്മിൽ, അമ്മയും മരുവനും തമ്മിൽ പരിപാടി ചെയ്യുന്നത്. ഇവള് കണ്ണാലെ കണ്ടോട് കൂടിയിട്ട് അപ്പട്ടം വെച്ചിട്ട് ആ നിമിഷം അവളെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. അപ്പോൾ അമ്മോട് ചോദിച്ചു, അമ്മ ചെയ്ത് ശരിയാണോ? അമ്മയല്ലേ ഇപ്പോൾ അവനെ കയറി പിടിച്ചത്. അപ്പോൾ പറഞ്ഞു, നീ എന്തിട്ടാ പറയണം മോളെ, നിൻ്റെ അച്ഛൻ പോയിട്ട് ഇത്രയും നാളായില്ലേ, എനിക്ക് അച്ഛനെ എത്രയും നാൾ ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാനൊരു സ്ത്രീയല്ലേ, എൻ്റെ മനസ്സിലെ നില തെറ്റി, ഒരു നിമിഷം നേരത്തേക്ക് ഞാനത് അംഗീകരിച്ചു കൊടുത്തു. അതിന് നീ എന്നെ കുറ്റം വേണ്ട ഒരു കാര്യമില്ല. നീ ഇപ്പോൾ അവനെ ഡൈവോഴ്സ് ചെയ്യും, എനിക്ക് അവനെ വേണ്ട, ഞാൻ ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കില്ല. ഞാൻ വല്ല കന്യാസ്ത്രീയായി പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ വല്ല ആശ്രമത്തിൽ പോയിരുന്നാലും ഇനി ആണെന്ന് പറഞ്ഞൊരു വർഗത്തിന് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു. എങ്ങനെയുണ്ട് കോഴിയുടെ കഥ? ഓക്കെ, ലൈക്കടിക്കാൻ മറക്കണ്ട. എല്ലാവരും സുഖമായിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.